നമസ്കാരം, ഞാൻ മനോജ് നെടിയാക്കൽ. പോയ വാരം വിപണിയിൽ വിൽപ്പനയ്ക്കെത്തിയ കാർഷിക ഉൽപ്പന്നങ്ങളിൽ തിളക്കം കൂടിയത് റബ്ബറിന്. കുരുമുളക് എരിവ് കൂടി തുടങ്ങിയപ്പോൾ കൊപ്ര വിലയിടിവിൽ വെളിച്ചെണ്ണ വില കൂപ്പുകുത്തി. സ്വർണത്തിന് തിളക്കം കുറഞ്ഞു. തേയിലയ്ക്ക് ഡിമാൻഡില്ല. ടയർ കമ്പനികൾക്ക് റബ്ബറിൻ്റെ ലഭ്യത കുറഞ്ഞതോടെ വ്യാവസായിക ആവശ്യങ്ങൾക്കായി ടയർ നിർമ്മാതാക്കളിൽ ഒരു വിഭാഗം വില ഉയർത്തിയതോടെ കണ്ണീർ തുടച്ച് കർഷകർ. പോയതിൻ്റെ തലേവാരം റബ്ബർ കിലോ 17 രൂപ കീറി മുറിച്ചെങ്കിലും പോയ വാരം മുറിവുണക്കി ടയർ കമ്പനികൾ കർഷകരുടെ കണ്ണീരൊപ്പി. കിലോയ്ക്ക് 15 രൂപയുടെ വില കൂടുതൽ കിട്ടിയെന്ന് കൊച്ചിയിൽ കർഷകർ അറിയിച്ചു. റബ്ബർ കിട്ടുന്നതിൻ്റെ തോത് കുറഞ്ഞു തുടങ്ങിയെന്ന് കമ്പനികളുടെ വിതരണക്കാർ ടയർ കമ്പനികളെ അറിയിച്ചതോടെയാണ് പോയ വാരം റബ്ബർ വില അനുദിനം കൂടാൻ തുടങ്ങിയത്. റബ്ബർ ആവശ്യത്തിന് കിട്ടാത്തത് കൊണ്ടല്ല. തയ്യാർ നിരക്കിൽ RSS 4-ന് ബാങ്കോക്കിൽ വില ഉയർന്നതാണ് കൊച്ചിയിൽ റബ്ബർ വില ഉയർത്താൻ ടയർ കമ്പനികൾ നിർബന്ധിതരായതെന്ന് കർഷകർ വെളിപ്പെടുത്തി. ചില ടയർ കമ്പനികൾക്കായി 264 രൂപ നിരക്കിൽ റബ്ബർ വാങ്ങിയെന്നാണ് കർഷകർ പറയുന്നത്. വാരാവസാനം 263 രൂപയിലാണ് വ്യാപാരം നിർത്തിയതെങ്കിലും വരും ദിവസങ്ങളിൽ വില കൂടുമെന്ന പ്രതീക്ഷയാണ് കർഷക സമൂഹം. ഉൽപാദനം കുറവെന്ന് പറഞ്ഞ് വൻകിട കർഷകർ റബ്ബർ സ്റ്റോക്ക് ചെയ്യുന്നുണ്ടെന്നാണ് വ്യാപാര സമൂഹം പറയുന്നത്. ചെറുകിട കർഷകർക്ക് അനുദിനം കുറഞ്ഞ തോതിൽ കിട്ടുന്ന ഷീറ്റുകളാണ് വിൽപ്പനയ്ക്കെത്തിയിരുന്നതെന്ന് വ്യാപാരികൾ. റബ്ബറിന് വില കൂടുമ്പോൾ വിൽപ്പനയ്ക്ക് റബ്ബർ വരവ് കൂടുന്നത് സ്വാഭാവികമാണ്. മാസങ്ങളായി വരവ് കുറഞ്ഞു തുടങ്ങിയെന്നാണ് വ്യാപാര സമൂഹം പറഞ്ഞത്. കഴിഞ്ഞ വർഷം ഇതേ കാലയളവിൽ RSS 4-ന് കിലോയ്ക്ക് 200 രൂപയും 5-ന് കിലോ 197 രൂപയുമായിരുന്നു വില. ഒരു വർഷത്തിനിടയിൽ കിലോയ്ക്ക് 64 രൂപ വരെയും കൂടിയെന്ന് കർഷകർ സമ്മതിക്കുന്നു. റബ്ബറിൻ്റെ ഉൽപ്പാദന കുറവോ കൂടുതലോ അല്ല വില ഉയർന്നത്. ചെറുതും വലുതുമായ ടയർ കമ്പനികൾക്ക് ആവശ്യത്തിന് ഷീറ്റ് കിട്ടാതെ വന്നതാണ് വില ഉയരാൻ ഇടയാക്കിയത്. ആഗോളതലത്തിൽ 287 രൂപയിൽ ഉയർന്ന നിരക്കിലെത്തിയ ബാങ്കോക്കിൽ 300 കടന്നാലും അതിശയിക്കേണ്ടതില്ലെന്നാണ് കർഷകരും വ്യാപാരികളും പറയുന്നത്. വാഹന നിർമ്മാണം പുരോഗമിക്കുന്നതിന് പിന്നാലെ റബ്ബറിൻ്റെ ആവശ്യം വർദ്ധിക്കുമെന്നാണ് വൻകിട കർഷക വ്യാപാര സമൂഹം വിലയിരുത്തുന്നത്. അവധി കച്ചവടത്തിൽ ചൈന റബ്ബർ കിലോ 3 രൂപയും ടോക്കിയോ 9 രൂപയും ബാങ്കോക്ക് തയ്യാർ നിരക്കിൽ 8 രൂപയും പോയ വാരം വില ഉയർത്തി. ചൈന 249, ടോക്കിയോ 245, ബാങ്കോക്ക് 287, കൊച്ചി RSS 4 കിലോ 263 രൂപ, RSS 5 കിലോ 257 രൂപ. കുരുമുളക് കിലോ 2 രൂപ വില കൂടിയാണ് പോയ വാരാവസാനം വ്യാപാരം നിർത്തിയത്. വിൽപ്പനയ്ക്ക് കുരുമുളക് വരവ് കുറഞ്ഞിട്ടും വില ഉയരാൻ ഇടയാക്കിയത് കുരുമുളക് പൊടിച്ച് വിൽക്കുന്നവർക്കായി നേരത്തെ കച്ചവടം നടത്തിയവരാണ് വില ഉയർത്തിയത്. ഇവരുടെ വാങ്ങലുകളാണ് പോയ വാരം വിപണിയിലുണ്ടായത്. കർണാടകയിലെ സൊസൈറ്റികളും കച്ചവടക്കാരുമെല്ലാം ഇടുക്കിയിൽ നിന്നും സാന്ദ്രതയുള്ള മുളക് വാങ്ങുന്നത് പോയ വാരവും തുടർന്നു. ഇടുക്കിയിൽ നിന്നും കർണാടകയിലെ വ്യാപാരികൾ മുളക് വാങ്ങാൻ തുടങ്ങിയതോടെയാണ് കൊച്ചിയിൽ പോയ വാരം വിൽപ്പനയ്ക്ക് കുരുമുളക് വരവ് കുറഞ്ഞത്. വയനാട്ടിൽ നിന്ന് വിൽപ്പനയ്ക്ക് താൽപ്പര്യമുണ്ടായെങ്കിലും വില മെച്ചമല്ലെന്ന് പറഞ്ഞ് വയനാട് പിന്മാറി. കർണാടകയിലെ മുളകിന് സാന്ദ്രത കുറവാണ്. ഇടുക്കിയിലെ സാന്ദ്രത കൂടിയ മുളക് വാങ്ങി കർണാടകയിലെ മുളകിൽ കൂട്ടിക്കലർത്തിയാണ് ഉത്തരേന്ത്യൻ മാർക്കറ്റിൽ കർണാടകയിലെ കർഷകരും വ്യാപാരികളും സൊസൈറ്റികളിൽ വിൽപ്പന തുടരുന്നതെന്ന് കൊച്ചിയിൽ വ്യാപാരികൾ പറഞ്ഞു. ഉത്തരേന്ത്യൻ ഡിമാൻഡ് വന്നു തുടങ്ങിയെങ്കിലും കാലവർഷം പടിക്കലെത്തിയതോടെ ചരക്ക് നീക്കത്തെ ബാധിക്കാൻ സാധ്യതയുണ്ട്. മസാല കമ്പനികൾ മഴയ്ക്ക് മുൻപേ കുരുമുളക് വാങ്ങി പൊടിച്ച് സ്റ്റോക്ക് ചെയ്യാൻ സാധ്യതയുണ്ട്. അടുത്ത മാസം ശ്രീലങ്കയിൽ നിന്ന് 2500 ടൺ കുരുമുളക് ഒരു നികുതിയുമില്ലാതെ ഇറക്കുമതി വരുമെന്നിരിക്കെ ആഭ്യന്തര വിപണിയിൽ വില ഇടിയുമെന്ന ഭീതിയിലാണ് കർഷകർ. ആഗോളതലത്തിൽ ഇന്ത്യൻ മുളകിൻ്റെ ഗുണനിലവാരമാണ് 1-ാം സ്ഥാനത്തും വിലയെന്നും മറ്റു കുരുമുളക് ഉൽപ്പാദക രാജ്യങ്ങൾ വിലയിരുത്തുമ്പോൾ ഇന്ത്യയിലെ കുരുമുളക് ഇറക്കുമതിക്കാർ വില ഉയർത്തി ഇറക്കുമതി ചെയ്യുന്നത് ഇന്ത്യയിലെ കർഷകരെയാണ് സാമ്പത്തികമായി ബാധിക്കുന്നത്. കള്ളപ്പണം വെളുപ്പിക്കുന്നവരാണ് ഇറക്കുമതിക്ക് പിന്നിലെന്ന് വ്യാപാരികളും കർഷകരും പറയുന്നുണ്ട്. ഇന്ത്യയുടെ കയറ്റുമതി നിരക്ക് 1 ടൺ മുളകിന് $7,750. ശ്രീലങ്കയുടെ കയറ്റുമതി നിരക്ക് ജൂലൈ മാസം പറയുന്നത് $6,600. ഈ നിരക്കിൽ ഇന്ത്യയിലേക്ക് ഇറക്കുമതി നടത്തി കപ്പൽ കൂലിയും മറ്റു തൊഴിൽ ഗോഡൌൺ കൂലിയുമെല്ലാം കൊടുത്ത് ആഭ്യന്തര വിപണിയിൽ വിൽക്കണമെങ്കിൽ കിലോയ്ക്ക് 750 രൂപയെങ്കിലും കിട്ടണം. ഇന്ത്യൻ മുളകിൻ്റെ കയറ്റുമതി നിരക്ക് കിലോ 724 രൂപയാണ്. വിലയിലെ ഏറ്റക്കുറച്ചിലുകളാണ് നഷ്ടം സഹിച്ചും ഇറക്കുമതിക്കാർ കള്ളപ്പണം വെളുപ്പിക്കുന്നതെന്ന് വ്യാപാരികൾ ആരോപിക്കുന്നു. കൊച്ചിയിൽ പോയ വാരം 210 ടൺ കുരുമുളക് വിൽപ്പനയ്ക്കെത്തി. മുൻ വാരത്തെ അപേക്ഷിച്ച് 23 ടൺ കുറവാണ്. വാരാന്ത്യ കയറ്റുമതി നിരക്ക് 1 ടൺ കുരുമുളക് ഇന്തോനേഷ്യ $6,700, ബ്രസീൽ $5,900, വിയറ്റ്നാം $6,200. കൊച്ചിയിൽ വില കുരുമുളക് അൺഗാർബിൾഡ് കിലോ 704 രൂപ, ഗാർബിൾഡ് 724 രൂപ, പുതിയ മുളക് 694 രൂപ.
ഇതൊക്കെയാണ് ഇപ്പോൾ റബ്ബറിനും കുരുമുളകിനും വില ഉയരാനുണ്ടായ കാരണം. അപ്പോൾ എല്ലാവർക്കും എല്ലാ കാര്യങ്ങളും മനസ്സിലാക്കാണെന്ന് ഞാൻ വിശ്വസിക്കുന്നു. ഇതോടുകൂടി വീഡിയോയുടെ പൂർണ്ണമാകുന്നു. എല്ലാവരും ലൈക്ക് ചെയ്ത് സപ്പോർട്ട് ചെയ്യണം. ആദ്യമായിട്ടാണ് ഈ ചാനൽ കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റായിട്ട് രേഖപ്പെടുത്തണം. ഈ വീഡിയോ എല്ലാവർക്കും ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കണം. മറ്റൊരു വീഡിയോ ഉടനെ എത്താം. എല്ലാവർക്കും എൻ്റെ നന്ദി.